മദ്യപിക്കുമ്പോഴാണ് പലർക്കും മുൻവൈരാഗ്യവും പകയും ഒക്കെ തികട്ടി വരുന്നത്. അത് പിന്നീട് ചോദ്യം ചെയ്യലും വഴക്കും പ്രശ്നങ്ങളുമായി മാറാം. പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ ജോബി എന്ന യുവാവിൻ്റെ കൊലപാതകത്തിന് കാരണം മദ്യപിക്കുമ്പോഴുണ്ടായ സ്വത്ത് തർക്കമാണ്. ജോബിയുടെ ബന്ധു റെജിയുടെ വീട്ടിൽ വെച്ചാണ് കൊല നടന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ബന്ധു റെജിയെയും സുഹൃത്ത് വിശാഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുറിവേറ്റ് ചോര വാർന്നിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് കൊലപാതകം നടന്നത്. റെജിയും ജോബിയും കുറെ ദിവസമായി വടശ്ശേരിക്കരയിലെ വീട് കേന്ദ്രീകരിച്ച് മദ്യപാനം നടത്തി വരികയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ഇരുവരും സമീപമുള്ള മരണ വീട്ടിൽ പോയിട്ട് തിരികെ വന്നതിന് ശേഷം മദ്യപിച്ചു. തുടർന്ന് സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കവും വാക്കേറ്റവും ഇരുവരും തമ്മിലുണ്ടായി. ഇതിനിടയിലാണ് പരിചയക്കാരനായ വിശാഖിനെ റെജി വീട്ടിൽ വിളിച്ചു വരുത്തിയത്. പ്രശ്നത്തിൽ ഇടപെട്ട വിശാഖ് ജോബിയുടെ കഴുത്തിൽ കത്തികൊണ്ട് ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു. സംഭവത്തിന് ശേഷം വിശാഖ് വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. ജോബിക്ക് മുറിവേറ്റിട്ടും മദ്യലഹരിയിലായിരുന്ന റെജി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനോ വീട്ടുകാരെ അറിയിക്കുന്നതിനോ തയ്യാറായില്ല. ഇതിനിടയിലാണ് അബോധാവസ്ഥയിലായ ജോബി രക്തം വാർന്നു മരിച്ചത്. രാവിലെ റെജി തന്നെയാണ് ജോബി മരിച്ച വിവരം അയൽവാസികളെ അറിയിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസ് റെജിയെയും വിശാഖിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. കടകളിൽ സെയിൽസ് നടത്തുന്ന വാനിന്റെ ഡ്രൈവറാണ് ജോബി. ഞായറാഴ്ച വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയതാണെന്ന് കുടുംബം പറഞ്ഞു. ആരുമായും നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏറെ നാളായി മദ്യപാനവും ഉണ്ടായിരുന്നില്ല. റെജി ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. ഒരു വാഹനാപകടത്തിൽ റെജിയുടെ കാൽ മുറിച്ചു മാറ്റിയതാണ്. സുഹൃത്തുക്കൾ ചേർന്ന് വ്യാഴാഴ്ച മദ്യപിച്ചിരുന്നു. പിന്നീടാണ് കൊലപാതകം നടന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.